കേരളത്തിൽ അടുത്ത കാലത്ത് ചർച്ച ചെയ്ത ഏറ്റവും സെൻസേഷണലായ കേസാണ് പന്തീരങ്കാവ് ഭർത്തൃപീഡന കേസ്. ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് സ്ത്രീധനത്തിന് വേണ്ടി തന്നെ അകാരണമായി പീഡിപ്പിച്ചുവെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ഒരു പെൺകുട്ടി പോലീസിൽ മൊഴി നൽകുന്നു, മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. മറ്റൊരു ഉത്തരയും വിസ്മയവുമായി ആ കുട്ടി മാറിയില്ലല്ലോ എന്ന് പൊതുസമൂഹം ആശ്വസിക്കുന്നു. കൃത്യമായ സമയത്ത് കേസെടുക്കാത്തതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർ വരെ സസ്പെൻഷനിലാകുന്നു. എന്നാൽ ഇന്ന് ആ കേസിൽ വമ്പൻ ട്വിസ്റ്റ്. തന്റെ ഭർത്താവ് നിരപരാധിയാണെന്നും തന്റെ വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് നിർബന്ധിച്ച അടിസ്ഥാനത്തിലാണ് രാഹുലേട്ടനെതിരെ കേസ് കൊടുത്തതെന്നും ആ പെൺകുട്ടി യൂട്യൂബ് മാധ്യമത്തിലൂടെ പുറത്തു പറയുന്നു. ഞാൻ ഒറ്റ കാര്യം മാത്രമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ കേസിൽ ഭർത്താവ് നിരപരാധിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത്തരത്തിൽ വ്യാജമായ മൊഴി നൽകിയാൽ, വ്യാജമായ പരാതി നൽകിയാൽ ആർക്കും ആരെയും കേസിൽ ഉൾപ്പെടുത്താം, ജയിലിലിടാം, ശിഷ്ടജീവിതം മുഴുവൻ നശിപ്പിച്ചു കളയാമെന്ന് പറയുന്ന ഈ നീതിന്യായ സംവിധാനം, ഈ പോലീസ് സംവിധാനം എന്തോ ഒരു അപരിഷ്കൃതമാണെന്ന് നോക്കൂ. സമാനമായ സംഭവങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും നടപടികൾ, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? 2021 സമാനമായ മറ്റൊരു സംഭവം ഉണ്ടാവുകയും പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ചെയ്തു. ആ വിഷയത്തിൽ ഞാൻ അന്ന് പറഞ്ഞു വെച്ച കാര്യം ഇന്നും പ്രസക്തമല്ലേ? സ്ത്രീ പീഡന കേസുകളിൽ ലിംഗഛേദനം നടത്തണമെന്നും കൊലപാതക കേസുകളിൽ തല വെട്ടിക്കളയണമെന്നും ആക്രോശിക്കുന്ന, അലറി വിളിക്കുന്ന ഈ 21ാം നൂറ്റാണ്ടിലെ പൊതുസമൂഹത്തോടും പൊതുജനത്തോടുമാണ് സംസാരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെന്നല സ്വദേശി ശ്രീത എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു പാവം പയ്യൻ 35 ദിവസം ജയിലിനകത്ത് കഴിച്ചുകൂട്ടി. നോക്കണേ എന്തൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയെന്ന്. ഒരുപക്ഷെ ആ പെൺകുട്ടി ഗർഭിണിയായതുകൊണ്ട്, ഒരു കുഞ്ഞിന് ജന്മം നൽകിയതുകൊണ്ട് DNA ടെസ്റ്റ് നടത്താൻ സാധിച്ചു. അതുകൊണ്ട് സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചു. ഒരുപക്ഷെ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, ഒരു സെക്ഷൽ അസോൾട്ട് മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ വർഷം, എത്രയോ നാൾ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ നീതിപീഠത്തിൽ വിശ്വാസമർപ്പിച്ച് ജയിലിൽ കോടതി നടപടികളിൽ കുരുങ്ങി ശിഷ്ടകാലം ജീവിച്ച് തീർക്കേണ്ടി വന്നേനെന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഇത് മാറ്റുക? ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പെർജുറി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ നിയമം തന്നെയുണ്ട്. അതായത് കോടതികളിൽ, അധികാര സ്ഥാനങ്ങളിൽ കള്ളസാക്ഷി പറയുകയോ കള്ളമൊഴി പറയുകയോ കള്ള തെളിവുകൾ പറയുകയോ ചെയ്താൽ ശിക്ഷാർഹമാണ്. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കും. ഇവിടെ ബലാത്സംഗ കേസിൽ അകത്തു പോകുന്നത് പോലെ, കൊലപാതക കേസുകളിൽ അകത്തു പോകുന്നത് പോലെ കള്ള സാക്ഷി മൊഴി പറയുന്നവരെയും കള്ള തെളിവുകൾ പറയുന്നവരെയും ശിക്ഷിക്കാൻ ഒരു നിയമം ഉണ്ടാക്കണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പെർജുറി എന്ന് പറയുന്ന ഒരു വകുപ്പ് പറയുന്നുണ്ട്. എന്റെ 11 വർഷത്തെ അഭിഭാഷക ജീവിതത്തിൽ പറയട്ടെ, ഒരൊറ്റ കേസിൽ പോലും ഒരാളെ പോലും കള്ളത്തെളിവ് പറഞ്ഞതിന്റെ പേരിൽ, കള്ള സാക്ഷി മൊഴി പറഞ്ഞതിന്റെ പേരിൽ, കോടതിയിൽ കയറി സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് പച്ചക്കള്ളം പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ പോലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും കള്ളത്തെളിവുകളും കള്ള സാക്ഷിമൊഴികളും പറയുന്നത്. അതുകൊണ്ട് നിയമനിർമ്മാണ സഭയിലേക്ക് പോകുന്നവര്, പാർലമെന്റിൽ ഇരിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, ലോകരാജ്യങ്ങളിലൊക്കെ നിയമനിർമ്മാണം നടത്തുന്നത് പോലെ പെർജുറി ആക്ട് കൊണ്ടുവരണം. പക്ഷെ അതിന് നമ്മളെ ജയിപ്പിക്കുന്ന പാർലമെന്റേറിയനും നിയമനിർമ്മാണ സഭകളിൽ പോകുന്ന സാമാജികർക്കും സമയമില്ലല്ലോ. അവർക്കൊക്കെ സ്വന്തം ഫണ്ട് വീർപ്പിക്കാനും സ്വന്തം കുടുംബത്തെ നോക്കാനും സ്വന്തം പാർട്ടിയുടെ അധികാരം സ്ഥാപിക്കാനും മാത്രമേ സമയമുള്ളൂ. അത്തരം സാമാജികരും പാർലമെന്റ് അംഗങ്ങളുമുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആ സമൂഹത്തിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ. മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞതുപോലെ, പിന്നെ അനുഭവിച്ചോട്ടോ.